സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇതൊരു കഥയുണ്ട്. പറയരുത്, പ്ലീസ് പറയരുത്. ഞങ്ങളെല്ലാരും താഴെ വീട്ടിൽ താഴെ പൂക്കോടെ നമ്മുടെ വീടിന്റെ താഴെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. അപ്പൊ ഇവന്റെ മാഷ് വരും. അപ്പൊ മാഷ് മുകളിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ ഇവന് മാത്രമാണ് ക്ലാസ്. എന്റെ പൊസിഷൻ വിളിച്ചു പറയുന്നത് സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ട. അപ്പൊ ധ്യാനിന് മാത്രം സ്പെഷ്യൽ ക്ലാസ് ആണ്. മാഷ് വന്നിട്ട് എടുക്കും. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് അവൻ പഠിച്ചിട്ടുണ്ട്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സംഭവം കേക്കണം. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ്. ധ്യാന് ഭയങ്കര സങ്കടത്തിൽ പഠിക്കാൻ വേണ്ടിട്ട് മുകളിൽ പോകും. ഞങ്ങള് കുടുംബത്തോടെ സംഗീത സ്നേഹികളാ. പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. ഏത് പാട്ട് കേട്ടാലും 2 മിനിറ്റിനകം ഞാൻ ഉറങ്ങിപ്പോകും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അമ്മ വന്നിട്ട്, അപ്പൊ നമ്മളൊരു 10-12 പിള്ളേര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. നിങ്ങളുടെ ശബ്ദം കാരണം ധ്യാനോട്ടിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശാസ്ത്രീയ നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. മതം എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ആ പാവയുടെ മാഷാണ് സ്വയം ശപിച്ചിട്ട് ക്ലാസ്സിന് വരുന്നത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. പുള്ളി ഇവനെ ഞാൻ പഠിപ്പിക്കുകയും വേണം. മൂഡിലാണ് പുള്ളി. അയാളുടെ എന്റർടൈൻമെന്റ് ഈ പുറത്തുനിന്നുള്ള ശബ്ദം. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവന് നമ്മൾ കളിക്കരുത്, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ഞാനൊരു പാവല്ലേ, എന്നെ കൊണ്ട് അതിനല്ലേ പറ്റൂ. അതെ, അവന്റെ ഫേവറേറ്റ് സോങ് ഹരിമുരളീരവാ. ഇതുണ്ടല്ലോ, ധ്യാൻ ഉടനെ മറുപടി ആയിട്ട് വരുന്നുണ്ട്. ഇത് മിക്കവാറും അവൻ ഷെയർ ചെയ്യും. എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. ചിരിച്ച് ചിലപ്പോ ചിരിച്ചായിരിക്കും കിട്ടുക. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. മോനെ, നിന്നെ ഞങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ തല്ലി നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരില്ലടാ. ഒന്നുമില്ല, നിന്റെ അടുത്ത പടം അവൻ അനൗൺസ് ചെയ്യും, വേറൊന്നുമില്ല. പടം ക്യാൻസൽ. നിന്റെ അടുത്ത പടം പ്രൊഡ്യൂസർ, ആക്ടർ എല്ലാം പറയും. തന്റെ ഓരോ തെറിയും എന്റെ ശവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരിക്കും. ഇനി ഒരു താക്കിയതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്. എന്റെ പൊന്ന് രാമേന്ദ്രൻ, നീ ഒന്ന് ഇവിടുന്ന് പോയി തരൂ. അവന്റെ സ്വന്തം ചേട്ടനാണ് അവന്റെ ചിറകുകൾ വെട്ടിമാറ്റിയത്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്കാരനാ, അല്ലെങ്കിൽ പിഴയാ, ഭൂലോക പിഴ. എന്നിട്ട് ഇവര് വല്ല സച്ചിൻ തെണ്ടുൽക്കർ ആയോ? അതുമില്ല. കിട്ടി, മുതല് കിട്ടി. അപ്പൊ രക്ഷപ്പെട്ടല്ല. നിനക്കെന്താ വിഷമായ? എനിക്ക് ധ്യാന്റെ ഒരു ഇതോർത്ത് വിഷമം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അതിന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ മണത്ത് കണ്ടുപിടിക്കും. എടാ മോനെ, ബേജാർ ബേട, രംഗച്ചേട്ടൻ റെഡിയാക്കാം. എന്റെ ജീവിതത്തിൽ പടം പ്രൊഡ്യൂസർ ആയിരിക്കും ഗായകൻ. താൻ ഒരുപാട് പുളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടോ. ഇനി നടക്കപ്പോറത് യുദ്ധം.